ശാരോനിലെ പനിനീർപ്പൂവോ ഹർമോനിലെ തൂമഞ്ഞു തുള്ളി പോ ശാരോനിലെ പനിനീർപ്പൂവ് പോ ഹർമോനിലെ തൂമഞ്ഞു തുള്ളി പോ ഒഴുകുന്നിതാ യേശുവിൻ സ്നേഹം നിറയുന്നിതാ ഈ പാരിലാകെ ഏകുന്നിതാ ഈ സ്തുതിഗീതികൾ ശാരോനിലെ പനിനീർപ്പൂവോ ഹർമോനിലെ തൂമഞ്ഞു തുള്ളി പോ ഒഴുകുന്നിതാ യേശുവിൻ സ്നേഹം നിറയുന്നിതാ ഈ പാരിലാകെ ഏകുന്നിതാ ഈ സ്തുതിഗീതികൾ. പാഴ്മുളം തണ്ടുപോലെ തകർന്നൊരു ജീവിതം സംഗീത സാന്ദ്രമായി മാറ്റിയില്ലേ. പാഴ്മുളം തണ്ടുപോലെ തകർന്നൊരു ജീവിതം സംഗീത സാന്ദ്രമായി മാറ്റിയില്ലേ. മധുരമിഴും നിൻ തിരുവചനം ഗാനമായി നാവിലേകിനി. മധുരമിഴും നിൻ തിരുവചനം ഗാനമായി നാവിലേകിനി. ശാരോനിലെ പനിനീർപ്പൂവോ ഹർമോനിലെ തൂമഞ്ഞു തുള്ളി പോ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം. യേശുവിൻ്റെ 7 ചോദ്യങ്ങൾ. 7 questions of Jesus. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 16 verse 20. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം വാക്യം. ഒന്നാമത്തെ ചോദ്യമായിട്ട് കർത്താവ് ചോദിക്കുന്നത്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കും? സഹോദരങ്ങളെ, ഈ ലോകത്തിലെ സകലതും സ്വന്തമാക്കുവാൻ ഒരു വ്യക്തിക്ക് കഴിയുകയില്ല. ഇനി നേടിയാലും ആത്മാവിൻ്റെ രക്ഷ പ്രാപിക്കുന്നില്ല എങ്കിൽ നാം പ്രാപിക്കുന്നത് കെടാത്ത തീയും പുഴുവും നിത്യദണ്ഡനവും ഉള്ള നിത്യ നരകമാണ്. രണ്ടാമത്തെ ചോദ്യം മത്തായിയുടെ സുവിശേഷം 16:15 നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു? ചിലർ നമ്മുടെ കർത്താവ് യേശുവിനെ ക്രിസ്തുമതം സ്ഥാപിക്കുവാൻ വന്നവനെന്ന് പറയുന്നു, ചിലർ പ്രവാചകനെന്ന് പറഞ്ഞു, ചിലർ വിപ്ലവകാരി എന്ന് പറഞ്ഞു, ചിലർ സത്യത്തിനു വേണ്ടി നിലനിന്നവൻ എന്നും, ചിലർ സൗഖ്യദായകൻ എന്നും പറഞ്ഞു. പ്രിയ സഹോദര സഹോദരി, ക്രിസ്തു നിനക്കാരാണ്? ഈ ചോദ്യം കർത്താവ് ഓരോരുത്തരോടും ചോദിക്കുന്നു. യേശു കൂടുതലായി സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരുവനായ പത്രോസിനോടാണ് കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതിന് പത്രോസ് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. മത്തായി 16:16 നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഈ വിശ്വാസ പ്രഖ്യാപനം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ ദൈവീകതയെ നിഷേധിക്കുന്ന ഒത്തിരി ചോദ്യകർത്താക്കൾ ചുറ്റിനുമുണ്ട്. അവരോടെല്ലാം പറയേണ്ട ഉത്തരം
കർത്താവായ യേശു മാത്രമാണ് ദൈവം. അവിടുന്നാണ് ദൈവം, ഒരേ ഒരു ദൈവം. മൂന്നാമത്തെ ചോദ്യം കർത്താവ് നമ്മളോട് ചോദിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 26-ാം വാക്യത്തിലുണ്ട്. അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത്? യേശു ശിഷ്യന്മാരുമായി പടകിൽ പോകുമ്പോൾ വലിയ ഓളം ഉണ്ടായി, പടക് മുങ്ങാറായി. ശിഷ്യന്മാർ ഭയപ്പെട്ടു. യേശു അമരത്തുറങ്ങുകയായിരുന്നു. അവർ യേശുവിനോട്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ യേശുവിന് വിചാരമില്ലേ എന്നും രക്ഷിക്കണേ എന്നും പറഞ്ഞപ്പോൾ യേശു ചോദിച്ച ചോദ്യമാണിത്. ഇന്നും നമുക്ക് ഭയമാണ്. യേശു നമ്മോട് കൂടെ ഉണ്ട് എന്ന് യേശു പലതവണ വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. എന്നിട്ടും ആകുലതകൾ വരുമ്പോൾ നാം ഭയപ്പെടുന്നു. യേശു ഈ ചോദ്യം എന്നും നമ്മോട് ചോദിക്കുന്നു. അതിനാൽ പ്രതികൂലങ്ങളിൽ പതറിപ്പോകാതെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാം. നാലാമത്തെ ചോദ്യം, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എങ്ങനെ വായിക്കുന്നു? നിത്യജീവൻ അവകാശമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് ന്യായശാസ്ത്രിയോട് യേശു ചോദിച്ച ചോദ്യമാണിത്. ഇതിന് സമാനമായ ചോദ്യം മത്തായി 21:42 കാണാം. തിരുവെഴുത്ത് വായിക്കേണ്ടതിൻ്റെ പ്രാധാന്യം യേശുക്രിസ്തു രക്ഷകനായ നമ്മുടെ നാഥൻ ആവർത്തിച്ചു പറയുന്നുണ്ട്. ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും വെറുതെ ചെലവിടുന്നവരാണ് പലരും. വചനവായനയ്ക്കും തിരുവചന ധ്യാനത്തിനും നാം സമയം മാറ്റിവെക്കേണ്ടതാണ്. അഞ്ചാമത്തെ ചോദ്യം കർത്താവ് ചോദിക്കുന്നത് മർക്കോസ് 10-ാം അധ്യായം അതിൻ്റെ 51-ാം വാക്യത്തിലുണ്ട്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ആണ് നീ ഇച്ഛിക്കുന്നത്? റബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ കർത്താവിനോട് പറഞ്ഞു. വഴിയരികെ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന കുരുടൻ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ പുറകെ വന്നപ്പോൾ യേശു അവിടെ നിന്നു. അവനോടാണ് ഈ ചോദ്യം ചോദിച്ചത്. അവൻ കാഴ്ച പ്രാപിച്ചു. നാം ദൈവത്തോട് നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറന്നു കിട്ടുവാൻ അപേക്ഷിക്കണം. ആറാമത്തെ ചോദ്യം എന്താ കർത്താവ് ചോദിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യത്തിലാണ് ആറാമത്തെ ചോദ്യം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? എന്ന് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞു കരയുന്നവർ ധാരാളം പേരുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്നവർ വളരെ വളരെ കുറവാണ്. അവരോട് കർത്താവ് പറയുന്നു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് എന്ന്. ഏഴാമത്തെ ചോദ്യമാണ് യോഹന്നാന്റെ സുവിശേഷം 21:15 യോഹന്നാന്റെ മകനായ ശിമയോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഗലീല കടലിനെ സാക്ഷി നിർത്തി യേശു തൻ്റെ മറ്റ് ശിഷ്യന്മാരോടൊപ്പം നിൽക്കുന്ന പത്രോസിനോട് 3 തവണ യേശു ഈ ചോദ്യം ആവർത്തിക്കുന്നു. 3 തവണയും ഉവ്വ് എന്ന് പത്രോസ് മറുപടി പറയുന്നു. യേശു തൻ്റെ കുഞ്ഞാടുകളെ നയിക്കുവാനുള്ള വലിയ ശുശ്രൂഷ പത്രോസിന് നൽകുകയാണ്. നാം യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ ശ്രേഷ്ഠകരമായ ഒരു കർത്തവ്യം യേശു നൽകുന്നു. യേശുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ, യേശുവിൻ്റെ സുവിശേഷം പങ്കുവയ്ക്കുവാൻ, യേശുവിൻ്റെ ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ധ്യാന വിഷയമായി ശ്രേഷ്ഠകരമായ ഒരു ജീവിതം നയിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് എപ്പോഴും കേൾക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തിരുവചനത്തിലൂടെ ഞങ്ങളോട് ചോദിച്ച 7 ചോദ്യങ്ങൾക്കും ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അവിടുത്തെ വചനത്തിന് സാക്ഷികളായി നിന്നുകൊണ്ട് ആ ചോദ്യത്തിന് എപ്പോഴും ഉത്തരം നൽകുന്ന മക്കളായി തന്നെ ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം അവർക്ക് വന്നുവരിക്കുന്നതിനായി സ്തോത്രം. ഹോസ്പിറ്റലിലായിരിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നവർ രോഗികളുടെ മേൽ കൈവെക്കും, അവർ സൗഖ്യം പ്രാപിക്കും. അപ്രകാരം അവിടുന്ന് പൂർണ്ണ വിടുതൽ കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം.
ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ ഈ ദിവസങ്ങളിൽ അറ്റൻഡ് ചെയ്യുന്ന പരീക്ഷ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അറ്റൻഡ് ചെയ്യുവാനും സ്തോത്രം. നല്ല മാർക്ക് വാങ്ങിച്ച് അവർ ഭയരഹിതരായി ആകുലപ്പെടാതെ സമാധാനത്തോടെ പരീക്ഷ അറ്റൻഡ് ചെയ്യാനുള്ള കൃപ അവിടുന്ന് മക്കൾക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതൃരാജ്യം വേണ്ടി അനുഗ്രഹിക്കണമേ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. ദൈവമേ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ കൃപ നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രപ്പ. പ്രാർത്ഥനയെ യാചന കേട്ടിരിക്കുക. നന്ദി യേശു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നീത്തോടു തേടും മാനെ പോലെ തുടിച്ചിടും അങ്ങയിൽ ചേർന്നിടുവാൻ നീത്തോടു തേടും മാനെ പോലെ തുടിച്ചിടും അങ്ങയിൽ ചേർന്നിടുവാൻ പ്രാണപ്രിയാനി എന്നും വരും കാണുവാനാശയേറുന്നേ. പ്രാണപ്രിയാനി എന്നും വരും കാണുവാനാശയേറുന്നേ. ശാരോനിലെ പനിനീർപ്പൂവ് പോ ഹർമോനിലെ തൂമഞ്ഞു തുള്ളി പോ ശാരോനിലെ പനിനീർപ്പൂവ് പോ ഹർമോനിലെ തൂമഞ്ഞു തുള്ളി പോ ഒഴുകുന്നിതാ യേശുവിൻ സ്നേഹം നിറയുന്നിതാ ഈ പാരിലാകെ ഏകുന്നിതാ ഈ സ്തുതി ഗീതികൾ